ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് മാത്രമാ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു മാൻ മിസ്സിംഗ് ഇഷ്യൂയും കൂടിയുണ്ട്. കാണാതായ ചന്ദ്രലേഖയെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവര് ജീവനോടെ തിരിച്ചു വരാത്തടത്തോളം കാലം പ്രതിയെന്ന് സംശയിക്കുന്നവരെ തുറന്നുവിടാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ കണ്ടു എന്ന് പറയുന്ന ബ്ലഡ് അത് നിങ്ങൾക്കെതിരാ. തൽക്കാലം വക്കീലിന്റെ സഹോദരി വിടാൻ ഞങ്ങൾ തയ്യാറല്ല. അവരെ പ്രതിയാക്കിയാണ് കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടുന്ന് ജാമ്യം എടുത്തോ, അതും കിട്ടുമെങ്കിൽ മാത്രം. സാർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? FIR ഇട്ടുപോയിന്നറിയാം. എങ്കിലും എന്തെങ്കിലും ഒരു ഫേവർ. സാർ, എന്റെ ചേച്ചി നിരപരാധിയാണ് സാർ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സോറി മിസ്റ്റർ സിദ്ധാർത്ഥൻ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിദ്ധാർത്ഥൻ കോടതി വഴി നീങ്ങും, അതല്ലാതെ വേറൊന്നും ഇനി ചെയ്യാനില്ല. ഹലോ സാർ, ചേച്ചി പേടിക്കണ്ട, കോടതിയിൽ നമുക്ക് ജാമ്യം എടുക്കാം. അപ്പോ കേസ് ചാർജ് ചെയ്യും അല്ലേ കളിയാ? അതെ. എന്നെ ജയിലിലേക്ക് വിടുവോ മോനെ? ഇല്ല ചേച്ചി, അങ്ങനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇതൊരു കള്ളക്കേസാണെന്ന് ഞാൻ കോടതിയിൽ പറയും. അപ്പൊ നമുക്ക് ജാമ്യം കിട്ടും. എന്നാലും അവള് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ മോനെ. വിഷപ്പാമ്പിനെ നീ പാലൂട്ടി വളർത്തുന്നു പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളൊക്കെ പറഞ്ഞാണ് ശരിയെന്ന്? അബദ്ധം പറ്റി. അതിന് ഇത്രയും വലിയ ശിക്ഷ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേച്ചി കരയല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. ആ, സ്വാമി ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. അവിടെ തന്നെ ഉണ്ടാവണം. ഡിസ്ചാർജ് ഒന്നും വാങ്ങി പോയേക്കരുത്. ഈ സമയത്ത് നിരഞ്ജൻ സാറും അക്ഷരമേടം കൂടി ഇങ്ങോട്ട് വന്നാല് അവര് ദേവികയുടെ മുന്നിൽ ചെന്ന് പെടും. പിന്നത്തെ സ്ഥിതി അറിയാലോ സാറിന്. ഞാൻ പറഞ്ഞതാ സ്വാമി, കേൾക്കണ്ടേ? ഇവിടെ മൊത്തത്തിൽ കുഴപ്പാ. ആ ശരവണനും ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അയാൾക്ക് എന്ത് പറ്റി? ആരോ തല്ലിയതാ. ഇന്നലെയും അവനിവിടെ വന്നിരുന്നല്ലോ. അതെ, എന്തിന്? നിരഞ്ജനെ അന്വേഷിച്ചാ വന്നത്. ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഓ, ഇതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അപ്പൊ സംശയിക്കേണ്ട സാറേ, ശരവണനെ ആക്രമിച്ചത് നിരഞ്ജൻ സാറിന്റെ ആൾക്കാർ തന്നെ. എന്ന് വെച്ചാ ഇരുട്ടും പരുന്തും. അതെന്തിനാ നിരഞ്ജൻ ശരവണനെ തല്ലുന്നത്? അതെ, എനിക്ക് എങ്ങനെ അറിയാം സാർ. എന്തായാലും പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറുന്നവരാ ഇപ്പൊ ആശുപത്രിയിൽ. അവര് തമ്മിൽ കാണും, വഴക്കാവും. അത് ആർക്കൊക്കെ ദോഷം ചെയ്യുന്നു അത് കഴിയുമ്പോഴേ പറയാൻ പറ്റൂ. എന്റെ സമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ, എന്തായാലും അവിടുത്തെ വിവരങ്ങൾ അപ്പപ്പോ സ്വാമി എന്നെ വിളിച്ച് പറയണം. ശരി. നീ ഒന്ന് നിന്നേ. എന്നു മുതൽ തുടങ്ങി നിരഞ്ജനി ഗുണ്ടാപ്പണി? ഗുണ്ടാപ്പണിയോ? ഇരുട്ടിനെയും പരന്തിനെയൊക്കെ പറഞ്ഞു വിട്ട് ആ ശരവണ്ണനെ തല്ലിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? നിരഞ്ജൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആർക്കും പിടിക്കില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ലല്ലോ. അഹങ്കാരം കാണിച്ചു പോയി. അവിടെ ആരാ ഉള്ളതെന്നറിയാവോ? ആ ദേവിക. മാനം കെടുത്തും രണ്ടിന്. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ആരും കേൾക്കില്ലല്ലോ. അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ.
ദേവികെ, മിണ്ടിപ്പോരുത്. സിദ്ധുവിന്റെ അച്ഛനെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പോയിക്കോ. എന്നോട് സംസാരിക്കാൻ വരരുത്, എനിക്കിഷ്ടല്ല. ദേവികെ, പറ്റിപ്പോയി. എനിക്കൊന്ന് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? കൂടെ നിന്ന് ചതിച്ചവരാ നിങ്ങള്. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ദേവികയെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു അകച്ച ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കാരണം എത്ര ജീവിതങ്ങളാണ് നശിച്ചത്. ഈ പാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി എത്ര ജന്മം കാത്തിരിക്കേണ്ടി വരും. വിഷമിക്കണ്ട. കാലങ്ങളോളം പക സൂക്ഷിക്കുന്ന ഒരു മനസ്സല്ല ദേവികയുടേത്. എല്ലാം മാറുമെന്ന് തന്നെ വിശ്വസിക്കാം. അക്ബർ, ഡോക്ടർ, സുഖാണോ? സുഖായിരിക്കുന്നു. സാറിന് എങ്ങനെയുണ്ട് അക്ബർ? വേറെ കുഴപ്പമൊന്നുമില്ല. BP ഫ്ലക്ച്വേഷനാണ്. അതൊന്ന് നോർമലായ വീട്ടിൽ പോവാം. വീട്ടിൽ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. എനിക്കറിയാം. സിദ്ധു എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. അതിൻ്റെതാ ഈ തളർച്ച. ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ ആദ്യം നോക്കിയത്. ഭാഗ്യത്തിന് ആ ഭാഗം എല്ലാം പെർഫെക്റ്റാ. നിരഞ്ജൻ വേറെ എവിടെയും ജോയിൻ ചെയ്യുന്നില്ലേ? നോക്കണം. ഒന്ന് കഴിയുമ്പോൾ വേറൊന്നും ഒന്നും മട്ടില്ല പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. വേറെ അസ്വസ്ഥതയൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? ഇല്ല. വേഗം ഡിസ്ചാർജായി പോവാം കേട്ടോ. ഇന്നോ നാളെയോ പറയാം. എന്നാ ഞാൻ ഇറങ്ങാം. നിങ്ങൾ സംസാരിക്കുക. ശരി. ദേവിക വീട്ടിലേക്ക് പോയതാണോ അതോ? ഏയ്, വീട്ടിലേക്ക് എന്തായാലും പോവില്ല. ഞങ്ങൾ ഉടനെ ഇറങ്ങുമെന്ന് അറിയാലോ ദേവികയ്ക്ക്. ഇവിടെ തന്നെയൊക്കെ കാണും. ഞങ്ങൾ പോയിട്ട് വരാൻ നിൽക്കുമായിരിക്കും. എങ്ങനെയുണ്ടായിരുന്ന ബന്ധം അതിപ്പോ ഈ നിലയിലായി.